ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, ഹാപ്പി ഓണം ടു ഓൾ മൈ യൂട്യൂബ് ഫാമിലി. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണക്കാലം ആവട്ടെ. ഈ ഒരു വർഷം നമ്മുടെ നാട് വളരെയധികം ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഓണത്തില് അധികം നമുക്ക് സന്തോഷിക്കാനാവില്ല, എങ്കിലും ആഘോഷങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ചുറ്റുപാടും ഉള്ളവരെ നോക്കണം, എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട്. ഓണത്തിന്റെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ നേരത്തെ എടുത്തു വെച്ചാലും ഉത്രാടത്തിന്റെ അന്ന് ഒരു ഓട്ടം ഉണ്ടല്ലേ, ഉത്രാടപ്പാച്ചിൽ എന്ന് പറയും. അങ്ങനെ ഇന്ന് ഉത്രാട ദിവസമാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്രാടപ്പാച്ചിലിന് പോകണം. അതുപോലെ അത്തം ഇടാനായിട്ട് പൂവ് മേടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു വ്ളോഗായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. തിരുവോണ ദിവസവും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിലൂടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യം തന്നെ വന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്, അത് കഴിഞ്ഞിട്ട് പച്ചക്കറി കടയിലേക്കും. ഓണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഓണസദ്യ തന്നെയാണ്. അത്തപ്പൂക്കളം ഇടാനായിട്ട് പൂക്കൾ മേടിക്കാൻ വന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വലിയ സന്തോഷമാണ് കേട്ടോ. പൂക്കളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്, ജമന്തികളുടെ തന്നെ പല കളേഴ്സും, പിന്നെ വാടാമല്ലി, ജണ്ടുമല്ലി, അങ്ങനെ എല്ലാ പൂക്കളും ഉണ്ട്. അപ്പോൾ പൂക്കൾക്ക് ഈ ഒരു അവസരത്തിൽ വലിയ വിലയാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു അത്തം ഇടാൻ കണക്കാക്കിയുള്ള പൂക്കളൊക്കെ മേടിച്ചു. ലേഡീസ് എന്ന് പറയുമ്പോൾ ഫാൻസി ഐറ്റംസ് മേടിക്കാതെ ഒരു സെലിബ്രേഷനും കടന്നു പോവില്ലല്ലോ. റോഡിൽ തിരക്കിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലൊക്കെ. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞു നേരെ വീട്ടിലെത്തി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, അതായത് തിരുവോണ ദിവസം. ഞങ്ങൾ മേടിച്ച പൂക്കളൊക്കെ ഇട്ട് ഒരു ഡിസൈനൊക്കെ വരച്ചിട്ട് അങ്ങനെ പൂക്കളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ദേവേട്ടൻ വരച്ച ഡിസൈനാണ് കേട്ടോ. ഞങ്ങൾ ഒരു ഡിസൈൻ മനസ്സിൽ കണ്ടിട്ട് എല്ലാം വരച്ചു വന്നപ്പോഴത്തേക്കും വേറൊരു ഡിസൈനായി. അവസാനം പൂക്കളമെല്ലാം ഇട്ട് വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ വിചാരിച്ച ഡിസൈനുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത ഒരു പൂക്കളായിട്ടായിരുന്നു നമ്മൾ കണ്ടത്. മേടിച്ച പൂക്കളെല്ലാം കൂടി കുത്തിക്കയറ്റി ഒരു നല്ലൊരു അത്തമൊക്കെ ഇട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇപ്പോൾ എല്ലാവർക്കും ജോലി തിരക്ക് കാരണം തിരുവോണ ദിവസം മാത്രമാണ് പൂക്കൾ ഇടാറല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ 10 ദിവസം പൂക്കളൊക്കെ ഇട്ട് നല്ല സെലിബ്രേറ്റ് ചെയ്ത് പോകുന്ന രീതിയാണ്. എല്ലാവർക്കും കാണും അവരുടെയൊക്കെ കുട്ടിക്കാലത്തെ ഓണം എല്ലാവർക്കും സ്പെഷ്യലാണ്. അതാണ് എല്ലാവരും പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്തെ ഓണം എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ആഴിമല ഭഗവാന്റെ അടുത്തേക്കാണ്. ഇവിടെയാണ് ഞങ്ങൾ എന്ത് പ്രത്യേകത ഉണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്നത്. ഇവിടെ വന്നപ്പോൾ തിരുവോണ ദിവസം ആയിട്ടാണ് ഇത്രയും വലിയ തിരക്ക്. സാധാരണ ശിവരാത്രിയൊക്കെയാണ് ഇത്രയൊക്കെ തിരക്ക് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. തിരക്ക് എത്രയുണ്ടെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. ഇവിടെ വന്ന് എത്ര വട്ടം ഈ ഒരു ഗംഗേന്ദ്രേശ്വരന്റെ മുമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ എപ്പോൾ വന്നാലും ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾക്ക് പതിവാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുക, ഇവിടെ ഭഗവാന്റെ മുമ്പിൽ ഒരു 2 ചുവട് വയ്ക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു സ്വപ്നവും ആഗ്രഹവും എന്നൊക്കെ വെച്ചാൽ. തിരമാലകൾ അടിക്കുന്ന സൗണ്ടിൽ ഈ ഒരു ശില്പം നമുക്ക് കാണാനായിട്ട് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ചില പതിവുകളുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ അങ്കിളിന്റെ കടയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും കുടിക്കുന്നത് അതൊരു പതിവായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഉണ്ണിയപ്പവും. ഇവിടുത്തെ ഉണ്ണിയപ്പം ഇന്നത്തെ ദിവസം ദേവേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്ക് കൊണ്ട് തന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം മേടിക്കാനായിട്ട് നിന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ കണ്ട ഒരു അത്തമാണ് കേട്ടോ ഇതും അതുപോലെ കണ്ടൊരു സ്ട്രീറ്റിൽ കണ്ടൊരു അത്തമാണ്. എന്ത് സമയം മെനക്കെട്ടിട്ടാണല്ലേ ഇങ്ങനെ ഒരു അത്തമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത്. ഇത് ഗണപതി ഭഗവാനെയാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കി വച്ചിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറുമാണ്. ദേവേട്ടൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അമ്പലത്തിൽ പോകുന്ന ദിവസം ഞങ്ങൾ പോയിട്ട് വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇതൊരു ആചാരമൊന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയാണ് കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദേവേട്ടൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾക്ക് ഉണ്ണിയപ്പം തന്നിട്ടുണ്ടായിരുന്നു ആഴിമല ക്ഷേത്രത്തിൽ. അതാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്. ഈ ഇഡലിയും സാമ്പാറിൻ്റെയും കൂടെ ആ ഉണ്ണിയപ്പം കൂടെ കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് ആയി.
രാവിലെ തന്നെ ഞാൻ ഓണസദ്യക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. ഇനി പായസം ഉണ്ടാക്കുന്ന ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കടലപ്പായസം ഉണ്ടാക്കുന്നേ. ഇച്ചിരി ഒരു ഹെവി ആയിട്ടുള്ള ഒരു പണിയാണ് കടലപ്പായസം എന്നറിയാം. എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ. എപ്പോഴും സേമിയ എളുപ്പമുള്ള പായസം മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ. അങ്ങനെ ഞാൻ റിസ്ക് ഏറ്റെടുത്തു. കടലപ്പായസം ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വച്ചതിന് ശേഷം മാത്രമേ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഈ പായസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ദാലെല്ലാം കുക്ക് ചെയ്ത് വെച്ചു. ഈ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അതെല്ലാം ചെയ്ത് വെച്ചു. ചൗരിയൊക്കെ കുക്ക് ചെയ്ത് വെച്ചു. എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വച്ചിട്ട് മാത്രമേ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജോലി എളുപ്പമാ. വേഗം തന്നെ പായസം റെഡിയാവും. ഓണത്തിൻ്റെ മേജർ പാർട്ടായിട്ടുള്ള സദ്യ കഴിക്കാനുള്ള സമയമായി. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, പച്ചടി, തോരൻ, അവിയൽ, ചെറുപയർ പരിപ്പ്, സാമ്പാർ, പപ്പടം ഇതൊക്കെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ചെറിയൊരു സദ്യയാണ്. പിന്നെ നല്ല ചമ്പാവരിയുടെ ചോറും. ഈ സദ്യയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിയാണല്ലേ. എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സദ്യ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഈ ചോറും ചൂട് ചോറ് ഇലയിലേക്ക് ഇടുമ്പോൾ തന്നെ ആ പകുതി സാറ്റിസ്ഫാക്ഷൻ. ഇത് ചെറുപയർ വറുത്ത് പൊടിച്ചുണ്ടാക്കിയ പരിപ്പ് കറിയാണ്. അങ്ങനെ അതിന് പുറത്ത് കുറച്ച് നെയ്യും കൂടി വെച്ചിട്ട് അങ്ങനെ സദ്യ കംപ്ലീറ്റ് ആയി. അങ്ങനെ ദേവേട്ടൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് സദ്യയൊക്കെ മേടിക്കാനായിട്ട് കിട്ടുമല്ലോ. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുവരും. അതുപോലെ ചിലവരെ ഇങ്ങനെ ഹോട്ടലിൽ ലഞ്ച് അറേഞ്ച് ചെയ്യും, ഓണസദ്യ അറേഞ്ച് ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ ഞങ്ങളുടെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കുന്ന ഓണസദ്യ തന്നെയാണ് സ്പെഷ്യൽ കേട്ടോ. ഇനി എത്രയൊക്കെ സെലിബ്രേഷൻസ് പുറത്തുണ്ടെന്ന് പറഞ്ഞാലും തിരുവോണം ദിവസം നമ്മൾ തന്നെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഒരു സദ്യക്ക് ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ദേവേട്ടൻ കഴിക്കാൻ തുടങ്ങി. ദേവേട്ടന് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും വയനാട്ടിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരെയൊന്നും നമുക്ക് മറക്കാനായിട്ട് കഴിയില്ല. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ സമയം കടന്നു പോകുമെന്ന് പറയും പോലെ എല്ലാം ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങളും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാം വേഗം തന്നെ ശരിയാവട്ടെ അല്ലേ. സദ്യയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഞങ്ങൾ ARM മൂവി കാണാനായിട്ട് ഇറങ്ങി. ടോവിനോയുടെയും ബേസിൽ ജോസഫിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് അറിഞ്ഞു. മാത്രമല്ല 3D ഷോയും കൂടെയാണ്. അപ്പോൾ ദേവേട്ടൻ നേരത്തെ തന്നെ ഈ ഒരു ഷോ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ മൂവി കാണാനായിട്ട് വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് ഓണവും കൂടെ ആയതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും നല്ല തിരക്കുണ്ട്. റോഡിലൊക്കെ ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും മൂവി കാണുന്നതിന് മുന്നേ പതിവായിട്ടുള്ള കാര്യമാണല്ലോ സ്നാക്സ് ഒക്കെ മേടിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ മേടിച്ചു. നേരെ മൂവി കാണാൻ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓണം ഡേ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ. എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഒരു ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.